ഒരിക്കലും ഒരാൾ പറഞ്ഞു, മരണം വരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ആരെ വിശ്വസിക്കണം. ഒരു പോസ്റ്റ് ഞാൻ കണ്ടതാണ്. മരണം വരെയും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് ഇന്ന് ജനലക്ഷങ്ങളുടെ അകത്ത് കിടക്കുകയാണ്. ആരെ വിശ്വസിക്കണം? കാരണം ആരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം ഭാര്യയെ കളിപ്പിച്ചുകൊണ്ട് പോകുന്നു, ഭർത്താവ് ചതിക്കുന്നു, മക്കളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്വന്തം അപ്പനെയും അമ്മയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അധ്യാപകരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരെ വിശ്വസിക്കാൻ കഴിയും? വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കണം. വിശ്വസിച്ചാലേ ഒരു കുടുംബജീവിതം ഉണ്ടാവും. വിശ്വസിച്ചാലേ ഒരു കുടുംബം നടത്താൻ പറ്റൂ. എന്നാൽ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി അവനൊരു അപകടമാണ്. എന്നാൽ ജീവിതകാലം മുഴുവനും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമല്ല ആരെ വിശ്വസിക്കണമെന്നുള്ളത്. പൗലോസ് അതിന് മറുപടി പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? പൗലോസ് ഒരു ദുഷ്ടനായ മനുഷ്യനായിരുന്നു, ഒരു മതതീവ്രവാദിയായിരുന്നു. ക്രിസ്ത്യാനികളെ പിടിച്ചു കൊല്ലാൻ വലിയ നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്തവനാണ്. എന്നാൽ യേശു കർത്താവിനെ നേരിട്ട് ഒരു ദിവസം അവൻ കാണാനിടയായി തീർന്നു. ആ കാഴ്ചയോടുകൂടി അവൻ്റെ ജീവിതം മാറി. ഒറ്റ എൻകൗണ്ടർ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. ഒറ്റ ദൈവികമായ കൂട്ടിമുട്ടലോടുകൂടി അവൻ യേശുവിൽ വിശ്വാസമായി. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എത്തിയപ്പോൾ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി അവൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആരെ വിശ്വസിച്ചുവോ ആ വിശ്വാസത്തെ പിടിച്ചു. അതുകൊണ്ട് പൗലോസ് ഇന്നും ക്രിസ്തീയ സമൂഹത്തിലെ എല്ലാവർക്കും ഒരു റോൾ മോഡലാണ്. എന്താണ്? വിശ്വാസം ദൈവത്തിൽ അർപ്പിച്ച ശക്തനായ ഒരു മനുഷ്യൻ. ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് ഭൂമിയിൽ ഏറ്റവും ജ്ഞാനമുള്ള വ്യക്തി. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ ലജ്ജിച്ചു പോകില്ല. ആരെ വിശ്വസിക്കണം? കർത്താവിനെ വിശ്വസിക്കുക. ഈ ഭൂമിയിൽ ആരെയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതമേ മാറും. അതിനായി യേശു സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. This is my desire to honor you, Lord, with all my heart I worship you. I give you praise. All that I adore is in you. Lord, I give you my heart, I give you my soul. I live for you, oh Lord. Every breath that I take, every moment I'm awake, Lord, have your way in me. Lord, I give you my heart, I give you my soul. I live for you, oh Lord. Every breath that I take, every moment I'm awake, Lord, have your way in me.
give you praise. All that I adore is in you, Lord. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake. Lord, have your way in me. Lord, I give you my heart, I give you my soul. I live for you, oh Lord. Every breath that I take, every moment I'm awake. Lord, have your way in me. Have your way in me, Jesus. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇന്നത്തെ ദിവസവും ഫെബ്രുവരി മാസം 28, ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തി. ചില വർഷങ്ങളിൽ 3-4 വർഷത്തിനിടയിൽ ഒരു വർഷം ഫെബ്രുവരി 29 ഉണ്ടാകും. ഫെബ്രുവരി 29 ജനിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ കഷ്ടകാലം, അവന് പിന്നെ 3-4 വർഷത്തേക്ക് ജന്മദിനമില്ല, കേക്ക് മുറിക്കാൻ പറ്റത്തില്ല. എന്തൊരു കഷ്ടമാണ്. കാരണം 29 എന്ന് പറയുന്നൊരു ഡേറ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററോട് പറഞ്ഞു, ഫെബ്രുവരി 29 ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ എന്നോട് പറയാണ്, എൻ്റെ 2 പിള്ളേരിൽ ഒരു മോളെ ഡോക്ടർ പറഞ്ഞത് സിസേറിയൻ ഫെബ്രുവരി 29 ഞാൻ 28 ആക്കിയെന്ന്. കാരണം നമുക്ക് ജനനം വേണമെങ്കിൽ ഒരു ദിവസം മുമ്പോട്ടാക്കാം, പുറകോട്ടുമാക്കാം. പുറകോട്ടാക്കാൻ പറ്റുമെന്നറിയില്ല, മുമ്പോട്ടാക്കാം. എന്നാൽ മരണം മുമ്പോട്ടും പുറകോട്ടും ആക്കാൻ പറ്റില്ല. അതിന് ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. 1 ഇഞ്ച് മുന്നോട്ട് ദൈവം അനുവദിച്ചാൽ ഈ വർഷത്തിൻ്റെ 2-ാം മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന നാം ഒത്തിരി നന്ദി പറയണം. 2 മാസം ദൈവം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തന്നു. ശ്വസിക്കാൻ പ്രാണവായു. ചിലർക്ക് ശ്വാസമെടുത്താൽ ശ്വാസം കിട്ടില്ല, ശ്വാസം മുട്ടും, ഓക്സിജൻ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള എത്രയോ പേരെ എനിക്കറിയാം. കോവിഡിന് ശേഷം അതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ശ്വാസ തടസ്സങ്ങൾ വന്നവരുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. കർത്താവ് എല്ലാവരെയും കാത്തു പരിപാലിക്കും. ശ്വാസവും കൃപയും എല്ലാം തരുന്നത് ദൈവമാണ്. യെഹെസ്കേൽ പ്രവചനം 37 ശ്വാസം അസ്ഥിയോട് ചേർന്നിട്ട് ശ്വാസം അവരിൽ ഇല്ലായിരുന്നു എന്ന്. യെഹെസ്കേൽ 37 10-ാം വാക്യം, ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നത്. യെഹെസ്കേൽ കാണുന്ന താഴ്വരയിൽ ഒരുമിച്ച് കിടക്കുന്ന ആ അസ്ഥികൾ ഒരുമിച്ച് കൂടിയപ്പോൾ ശ്വാസമില്ലായിരുന്നു. എന്നാൽ ശ്വാസത്തെ ദൈവം അയച്ചപ്പോൾ അവർ ജീവിച്ചൊരു സൈന്യമായി എഴുന്നേറ്റു. ഇതുപോലെ ദൈവം നമുക്ക് ജീവൻ തന്നാൽ, ശ്വാസം തന്നാൽ അതാർക്കും എടുക്കാൻ കഴിയില്ല. ദൈവം ഏത് ജീവനറ്റവർക്കും ശ്വാസം അയക്കാനും മതിയായവരാണ്. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ജീവൻ പ്രാപിക്കാത്ത അനേകരുണ്ട്. ശാരീരിക ജീവനുണ്ടെങ്കിലും
ആത്മീക ജീവനില്ലാത്തവർ. അതിൻ്റെ അർത്ഥം സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാത്തവർ. അപ്പോൾ സുവിശേഷം എന്ന ആ വചനം ജനങ്ങളിൽ ചെല്ലുമ്പോഴാണ് അവർ ജീവിച്ച് ഒരു സമൂഹമാകുന്നത്. അവർ രക്ഷിക്കപ്പെടും. യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണേ എന്ന് പറയുമ്പോഴാണ് അവരിൽ ജീവശ്വാസം വരുന്നത്, അവർ വീണ്ടും ജനിക്കുന്നത്, അവർ പുതിയ സൃഷ്ടിയാകുന്നത്, അവരിൽ പുതിയ ജീവൻ ഉളവായി അവരുടെ പഴയത് കഴിഞ്ഞുപോയി സകലതും പുതുതായി മാറുന്നത്. അതുകൊണ്ട് സുവിശേഷം, ജീസസ് എവരിഡേയിലൂടെ കേൾക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ഈ സന്ദേശം അനേകരുടെ ജീവിതത്തിൽ ജീവനും സമൃദ്ധിയായ ജീവനും കൊണ്ടുവന്ന് ദീർഘായുസ്സുള്ളവരായി, നിത്യജീവനുള്ളവരായി, നിത്യ അനുഗ്രഹമുള്ളവരായി, നിത്യ ബലമുള്ളവരായി വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഇടയാക്കും. നമുക്ക് ഈ ഫെബ്രുവരി ഒടുവിലത്തെ ദിവസം ഈ ബൈബിളിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ ഒന്ന് ചിന്തിക്കാം. പീലാത്തോസ് അവനോട്, 37-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കും. സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ വന്നിരിക്കുന്നു. വചനത്തിന് സാക്ഷ്യം നിൽക്കാൻ, വചനം നിറവേറ്റാൻ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. സത്യതൽപരരായവർ എൻ്റെ വാക്ക് കേൾക്കും. എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കഴിയില്ല. സത്യതാൽപര്യം, നന്നായി ജീവിക്കണമെന്നും നേരെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും കർത്താവിനെ അറിയാൻ കർത്താവ് ഒരവസരം കൊടുക്കും. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് കർത്താവ് ഒരവസരം കൊടുക്കും. അതുകൊണ്ടാണ് ചിലർ മരിക്കാനായിട്ട് കുടുക്കിട്ട് നിൽക്കുമ്പോൾ ഉടനെ ഒരു ഫോൺ കോൾ വരിക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടു. അദ്ദേഹം കഴുത്തിൽ കുടുക്കിട്ട് നിൽക്കുമ്പോൾ മരിക്കാൻ പോവുകയാണ്. എവിടെ പോയി? ഇടുക്കിയിൽ ഒരു വലിയ മലയുടെ പാറയുടെ മുകളിൽ കയറി അവിടെ നിന്നൊരു മരത്തിൽ കുരുക്കിട്ട് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം അതുപോലെ സാമ്പത്തിക ഞെരുക്കവും മാനസിക പ്രയാസവുമാണ്. മരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഒരു ഫോൺ കോൾ വരികയാണ്. മൊബൈലൊന്നും സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല. കോള് വന്നു, എന്ന് എടുത്തേക്കാന്ന് കരുതി. അയാൾ ചാകയല്ലേ. എടുത്തപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു. അപ്പോൾ സുഹൃത്താണെന്ന് മനസ്സിലായി. ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന് ഞാൻ ഇന്നലെ എത്തിയുള്ളൂ. നാളെ നമുക്ക് എന്നെ നീ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. ഇപ്പം ഇദ്ദേഹം ഡ്രൈവറാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് ഈ വ്യക്തി പിറ്റേ ദിവസം രാവിലെ ചത്തില്ല, ഇടുക്കിയിൽ നിന്ന് തിരിച്ചു വന്ന് കാറെടുത്ത് ഏതായാലും ഇവൻ്റെ കൂടെ കുറച്ച് ദിവസം കറങ്ങിയിട്ട് ചാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൂട്ടുകാരന് വേണ്ടി, ദുബായിൽ നിന്ന് വന്ന കൂട്ടുകാരന് വേണ്ടി പിറ്റേ ഞായറാഴ്ച, അടുത്ത ദിവസത്തെ ഞായറാഴ്ച ഒരു ഡ്രൈവറായിട്ട് സഭായോഗത്തിന് പോയതാണ്. ചർച്ചിൽ വന്നു. അപ്പോൾ കൊണ്ടുപോയ കൂട്ടുകാരൻ പറഞ്ഞു, നീയും വാടാന്ന് പറഞ്ഞ് കയറി അവിടെ അകത്ത് കൊണ്ടുവന്ന് ഇരുത്തി. അന്ന് രക്ഷിക്കപ്പെട്ടു. ഇന്നൊരു ദൈവദാസനാണ്, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. സത്യതൽപരരായവർക്ക് ആ കൃത്യസമയത്ത് ഒരു കോള് വരും, അവരാ ഫോൺ എടുക്കുകയും ചെയ്യും. ചാകാനുള്ളത്, അതായത് ദൈവത്തിൻ്റെ പ്ലാനിൽ ഇല്ലാത്തവരുണ്ട് കുറേ പേര്. ദൈവത്തിൻ്റെ പ്ലാനിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് മരിക്കാൻ കഴിയില്ല. എന്തെല്ലാം ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ അവസാന നിമിഷങ്ങളിൽ, ആ മരണത്തിൻ്റെ അവസാന സെക്കൻഡിൽ ദൈവം ഇടപെട്ടിരിക്കും. അവന് മരിക്കാൻ കഴിയില്ല. കാരണം ഇതെല്ലാം സത്യതൽപരരായവരാണ്. ഇതാണ് നമ്മൾ വായിച്ചത്. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കും. എല്ലാവരും, ആർക്കൊക്കെ സത്യത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ, ഇത് കേൾക്കുന്ന, പുതുതായി കേൾക്കുന്ന ആരെങ്കിലും, വെറുതെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഓടിച്ചു വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ ഭാഗം കേൾക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സത്യം അറിയാൻ ആഗ്രഹമുണ്ടോ? യേശുവാണ് സത്യം. യേശുവിലേക്ക് വന്നാൽ മതി.
നിങ്ങൾക്ക് പിന്നെ മരിക്കേണ്ടി വരില്ല, നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ ജീവിതം ധന്യമാകും. നിങ്ങൾക്കൊരു പുതിയ ജീവിതമുണ്ടാകും. നിങ്ങളുടെ കടങ്ങളിൽ നിങ്ങൾ പുറത്തു വരും. നിങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. നിങ്ങൾക്ക് സത്യ താല്പര്യമില്ലെങ്കിൽ, സത്യമായ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹമില്ലെങ്കിൽ, നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങൾ തകർന്നു പോയേക്കാം. എന്നാൽ യേശുവിനെ അറിയുക, യേശുവിനെ മുറുകെ പിടിക്കുക, യേശുവിൽ ആശ്രയിക്കുക, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഇതാണ് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാവി. അവൻ്റെ ഭാവി തിരിയുന്നത് അവിടെ നിന്നാണ്. അവനൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. സത്യ തൽപരൻ. യേശു പറയാണ്, സത്യ തൽപരനായവൻ എൻ്റെ വാക്ക് കേൾക്കും. ഉടനെ പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പീലാത്തോസിന് മനസ്സിലായില്ല. കാരണം അവന് സത്യത്തിലേക്ക് തിരിയാൻ മനസ്സൊന്നുമില്ല. അവന് മനസ്സുണ്ടായിരുന്നെങ്കിൽ അവൻ യേശുവിലേക്ക് തിരിയുമായിരുന്നു. സത്യത്തിലേക്ക് തിരിയുവാൻ അനുവാദം ദൈവം കൂടി കൊടുക്കണം. ഇറാഖിൽ റെഡ് ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ച് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ആ ചർച്ചിന് ആ റെഡ് ചർച്ച്, ചുവന്ന സഭ എന്ന പേര് വരാൻ കാരണം ആ സഭയിൽ കൂടി വന്ന ജനങ്ങളെയെല്ലാം ഒരു ദുഷ്ടനായ മനുഷ്യൻ, അദ്ദേഹത്തിനൊരു ക്രിസ്തീയ പേരാണ് ജോൺ, ഒരു ദുഷ്ടനായ മനുഷ്യൻ ജോൺ എന്ന മനുഷ്യൻ തൊട്ടടുത്ത സ്ഥലത്ത് വാളുകൊണ്ട് ഓരോരുത്തരെ വെട്ടിക്കൊന്നു. മരിക്കുന്നതിന് മുമ്പ് മരിക്കാൻ പോകുന്ന വ്യക്തി പറയും, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ അവർ മുട്ടുകുത്തി സ്തേഫാനോസ് ചെയ്തതുപോലെയൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ഇനി എൻ്റെ കഴുത്തറുത്തോളൂ എന്ന് പറയും. അങ്ങനെ രക്തക്കളമായി ആ സ്ഥലം. ചർച്ചിലെ ഒരു നല്ല പങ്കാൾക്കാരെയും മനുഷ്യൻ വെട്ടിക്കൊന്നു. ഒടുവിൽ എങ്ങനെയോ രാജാവ് ഇദ്ദേഹത്തെ പിടിച്ചു. രാജാവിൻ്റെ സൈന്യത്തെ അയച്ച് ഇയാളെ അവിടെ വെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ ഈ മനുഷ്യൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ കയ്യിലെ വാളുകൊണ്ട് വെട്ടിക്കൊന്നവരെല്ലാം, ഈ ക്രിസ്ത്യാനികളെല്ലാം വളരെ സന്തോഷത്തോടെ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് മാറിയിരുന്ന് നന്ദി പറഞ്ഞ്, കൈകൾ ഉയർത്തി നന്ദി പറഞ്ഞ് സന്തോഷത്തോടെയാണ് മരിച്ചത്. അപ്പോൾ ഇതൊരു സത്യമല്ലേ? മരണത്തിനപ്പുറവും ഒരു യാഥാർത്ഥ്യം ഉണ്ടായിട്ടല്ലേ ഇവർ മരിക്കാൻ പേടിയില്ലാതെ ഇരുന്നത്. അതുകൊണ്ട് എനിക്കും, സൈന്യത്തോട് പറഞ്ഞു, എനിക്കും ചില നിമിഷം തരുമോ? അദ്ദേഹവും മുട്ടുകുത്തി, ആ ക്രിസ്ത്യാനികളുടെ ദൈവമേ, യേശുവേ, എനിക്കും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെങ്കിൽ എനിക്കും ആ സമാധാനം തരണമേ, ആ ഒരു വഴി എനിക്ക് തരണമേ, അനുഗ്രഹം എനിക്കും തരണമേ. വലിയ സമാധാനത്തോടെ, സ്വർഗീയ സന്തോഷത്തോടെയാണ് അദ്ദേഹം മരിച്ചതെന്നാണ് ചരിത്രം. അപ്പോൾ സത്യതൽപരരായവർ യേശുവിൻ്റെ ശബ്ദം കേൾക്കും. ഏറ്റവും ഒടുവിലാണെങ്കിലും യേശുവിലേക്ക് തിരിയും. പീലാത്തോസ്, അവരെല്ലാം വെറും പട്ടാള നേതാക്കന്മാർ അല്ലെങ്കിൽ നാടുവാഴികളാണ്. അവർക്കൊന്നും ഒരു വിഷയമല്ല. മരണവും കൊലയും ഇതൊന്നും ഇവർക്ക് ഒരു പുത്തിരിയല്ല. എന്നാൽ ഇത്രയും വലിയ മനുഷ്യൻ, ഇവൻ്റെ ഭാര്യ പോലും സ്വപ്നം കണ്ടിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, യേശു നീതിമാനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ, യേശുവിനെ രക്ഷിക്കാൻ ഒരു നല്ല പങ്ക് ഇദ്ദേഹം കഷ്ടപ്പെടുന്നതും നമുക്ക് കാണാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പദ്ധതികളൊന്നും നടന്നില്ല. കാരണം യേശു ക്രൂശിൽ മരിച്ചാലേ മാനവജാതിക്ക് വീണ്ടെടുപ്പുള്ളെന്ന് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവന് സത്യമെന്നാൽ എന്ത് എന്നറിയില്ല. യേശുവാണ് സത്യം. യേശു ഈ ഭൂമിയിലേക്ക് വന്ന വരവിൻ്റെ ഉദ്ദേശം ഇവനൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനൊരു ദൈവ പൈതലായി തീരുമായിരുന്നു. യേശു എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു? യേശു ആരാണ്? തൊട്ടു മുമ്പിൽ നിന്ന് യേശുവിനെ ഒന്ന് കുമ്പിട്ട് നമസ്കരിക്കാൻ അവന് ചാൻസ് കിട്ടിയില്ല. ഇന്ന് എത്രയോ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് എനിക്ക് നിന്നെ ഒന്ന് കാണണം. സാക്ഷാൽ യേശു, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, മനുഷ്യനായി
പീലാത്തോസിന്റെ മുൻപിൽ രാജാവായി നിന്നിട്ടും അവനെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കാൻ പീലാത്തോസിന് കഴിയാതെ പോയി. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ഈ ജീസസ് എവരിഡേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾ ദൈവവിളിയുള്ളവരാണ്, നിങ്ങൾ സത്യ തൽപരരാണ്, നിങ്ങളെ ദൈവം കണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമേ എടുത്തു കളയുമായിരുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കില്ല. നിങ്ങൾ യേശുവിന് വേണം. യേശു നിങ്ങളെ കാണുന്നു, യേശു നിങ്ങളെ അറിയുന്നു, യേശു നിങ്ങളെ ജീവിപ്പിച്ചതാണ്. യേശു നിങ്ങളുടെ വീടുകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. യേശു നിങ്ങളുടെ വീടുകളെ ഉയർത്താൻ പോവുകയാണ്. യേശു നിങ്ങളുടെ തലമുറകളെ മാനിക്കാൻ പോവുകയാണ്. യേശു നിങ്ങൾക്ക് വലുതും സഫലവുമായ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. കാരണം അവൻ മരിച്ച ദൈവമല്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആൽഫയും ഒമേഗയും, അതായത് ആരംഭവും അവസാനവുമായി ജീവിക്കുന്ന രാജാതി രാജാവാണ്. അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല. അവൻ പിതാവിൻ്റെ ഏകജാതനായ പുത്രനായിരുന്നു. അവൻ മുഖാന്തരം അനേക മക്കൾ ദൈവത്തിന് ഉണ്ടാകാൻ ഇടയായി. ആ മക്കളുടെ കൂട്ടത്തിൽ നമുക്കും വരുവാൻ കർത്താവ് കൃപ തന്നു. എത്ര വലിയ പദവിയാണ്! നന്ദിയുള്ളവരായി നമുക്ക് പുതിയ മാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവെ, മാർച്ച് മാസത്തിൽ കാലുകുത്തുന്നതിന് മുമ്പ് ഈ ഫെബ്രുവരി അവസാന ദിവസം മുതൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. എന്നോട് ചേർന്ന് എത്ര പേര് പ്രാർത്ഥിക്കുക? യേശുവേ, ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസം ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയുടെ മുമ്പിൽ വരുന്നു. പുതിയ മാസം ഒരു പുതിയ തുടക്കത്തിനായി, ഒരു പുതിയ നിറവിനായി, പുതിയ സൗഖ്യത്തിനായി, പുതിയ ബലത്തിനായി, പുതിയ സമാധാനത്തിനായി, സമൃദ്ധിക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ, യേശു മുഖാന്തരം ലഭിച്ച സകലവിധ സമൃദ്ധിയും, വേദപുസ്തകത്തിൽ പറയുന്ന സകല അനുഗ്രഹങ്ങളും, അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളും, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നതോടുകൂടി അതെല്ലാം ഞങ്ങൾക്ക് സ്വന്തമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേലും അത് പകരണം. ഇത് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. ഇത് കേൾക്കുന്നവർ ബലപ്പെടട്ടെ. ഇത് കേൾക്കുന്നവരുടെ മേൽ പ്രത്യേകമായ ഒരു സ്വർഗീയമായ പുതപ്പ് വീഴട്ടെ. ഏലിയാവിൽ നിന്ന് ഏലീശയുടെ മേൽ പുതപ്പ് വീണതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ് ഇവരുടെ മേൽ വീഴട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. അനേകരെ സൗഖ്യമാക്കുന്നവരായി ഇവർ തീരട്ടെ. അനേകരെ വിടുവിക്കുന്നവരായി ഇവർ തീരട്ടെ. പ്രാർത്ഥനാ മനുഷ്യരായി മാറട്ടെ. മാർച്ച് മാസം ഒരു അഭിവൃദ്ധിയുടെ, ഉയർച്ചയുടെ മാസമായി, ജയത്തിൻ്റെ മാസമായി, മറുപടികളുടെ മാസമായി തീരണം യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത മാസമായി തീരും. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് കാണാം.